ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലെഗ് ഡേ ആയിരുന്നു. ലെഗിന് ഞങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്തില്ല കേട്ടോ. ഒരു 3 വർക്കൗട്ട്സ് മാത്രമാണ് കൊടുത്തത്. എന്നിട്ട് നമ്മൾ കാഫിനുള്ള വർക്കൗട്ടും ചെയ്തു. പിന്നെ ആബ്സ് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ആബ്സിന് എനിക്ക് തോന്നുന്നു 2, 3 വീക്കായിട്ട് നമ്മളധികം വർക്കൗട്ട്സ് ഒന്നും കൊടുത്തില്ല. ഹാങ്ങിങ് ചെയ്തു. പിന്നെ വെയ്റ്റഡ് കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇന്ന് ആബ്സിന് വർക്കൗട്ടും കാര്യങ്ങളും കൊടുത്തത്. ഏതാണ്ട് സുനിയേട്ടൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടോ. പങ്കീസിൽ കയറി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ബ്രൗൺ ബ്രെഡൊക്കെയാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. ബ്രൗൺ ബ്രെഡും കടലയും എഗ് വൈറ്റും ഒക്കെ ആയിട്ട് കഴിച്ചു. എന്നിട്ട് നമ്മുടെ ചിക്കനും ഒക്കെ എടുത്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്തു. എനിക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഹരിപ്പാടിന് വിട്ടു കേട്ടോ. നമുക്ക് അവിടെ ആയിരുന്നു ഷൂട്ട്. ലീല സെവൻത് ഹെവനിൽ അടിപൊളി ഒരു റിസോർട്ടും കാര്യങ്ങളും ഒക്കെയാണ്. സൂപ്പറാണ് കേട്ടോ. അവിടുത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. മാളും ഇല്ലായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ബസ്മതി റൈസും ചിക്കനും സാലഡും ഒക്കെ ആയിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ബാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നേ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയൊക്കെ തോന്നിയിരിക്കുകയായിരുന്നു. പിന്നെ അമ്മയ്ക്കും കൈലാസിനും അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഞാൻ പങ്കീസിൽ പോയി. പങ്കീസിൽ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു. സുനിയേട്ടൻ എന്താ സുഖിയൻ മാറ്റിയിട്ട് ഇന്ന് വേറൊരു സാധനമാണ് എടുത്തേക്കുന്നത് കേട്ടോ, കുമ്പളപ്പം. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രോട്ടീൻ ഷേക്കും എടുത്തു. മാളു ചോറുണ്ടോണ്ടിരുന്നപ്പോൾ അവൾക്ക് ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനാണെങ്കിൽ ഒരു ബുൾസൈ ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചിട്ട് കേട്ടോ. തിരിച്ചിട്ടപ്പോൾ ഈ ഒരു പരിപാടി. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും ഇതുമൊക്കെ ആയിട്ടെല്ലാം കഴിച്ചു. കഴിച്ചിട്ട് കുറച്ച് സമയം പോയിരുന്നു ടി വിയും കാര്യങ്ങളും കണ്ടിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.